ഒരുപക്ഷെ 2003-4 കാലഘട്ടത്തിൽ യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യേണ്ട പടമായിരുന്നു ഇത്. ഈ പടം ആദ്യമായി സൂര്യ ടിവിയിൽ കണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം അന്ന് ചിരിച്ചതിന് കയ്യും കണക്കുമില്ലായിരുന്നു. 10-20 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ സിനിമ കാണുമ്പോൾ എനിക്ക് അതേ ചിരി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് 11 വയസ്സുണ്ടായിരുന്ന എനിക്ക് ഞാൻ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കോമഡി പടമായിരുന്നു ഇത്. ഈ പടത്തെപ്പറ്റി ഞാൻ സ്കൂളിൽ പലരോടും വാദോരാതെ സംസാരിച്ചതും ഞാൻ ഓർക്കുന്നു. ഇതിപ്പോൾ ഏതെങ്കിലും 1-2 ആളുകൾ മാത്രം നിന്ന് സ്കോർ ചെയ്യുകയും ബാക്കിയുള്ളവർ കാഴ്ചക്കാരായി മാറുകയും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നില്ല ഇത്. വന്നവരും പോയവരും ഒക്കെ കോമഡി കാണിച്ചൊരു പടം. എന്തിന്, പടത്തിലെ കൊടും വില്ലനായ സിദ്ദീഖ് വരെ ക്ലൈമാക്സിൽ കോമഡി കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ആരായിരുന്നു നല്ലതെന്ന് പറയാൻ പറ്റില്ല. സിനിമയിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളെ വെച്ചുള്ള കോമഡി പോരാഞ്ഞ് ഒരു ചെറിയ പോർഷനിൽ ജഗതി ശ്രീകുമാറിനെയും ഇറക്കുന്നുണ്ട് ഇവർ. പിന്നെ ഇതിലെ പാട്ടുകൾ എനിക്ക് മനസ്സുകൊണ്ട് എളുപ്പത്തിൽ ഒരു 20-22 കൊല്ലം പുറകിലേക്ക് സഞ്ചരിക്കാൻ എന്നെ ഇപ്പോഴും സഹായിക്കുന്നത് ഈ സിനിമയിലെ പാട്ടുകളാണ്. പിന്നീട് ഒരു 5 വർഷക്കാലം മലയാളത്തിൽ തൊട്ടതെല്ലാം സൂപ്പർ ഹിറ്റുകളാക്കിയ അലക്സ് പോൾ സംഗീതം ചെയ്ത ആദ്യ സിനിമ. എനിവേസ്, ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഇനി നോക്കി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നിറങ്ങുന്ന സിനിമകളിലെ കോമഡി വരുന്ന രീതി തന്നെ മാറി. അത് മോശം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറിച്ച് പഴയ സിനിമകളിൽ നമ്മൾ കണ്ടുവന്നിരുന്നത് മെയിനായും ആക്ടേഴ്സ് പറയുന്ന ഡയലോഗുകളിൽ കൂടെ തന്നെയായിരുന്നു കോമഡി പ്രൊവൈഡ് ചെയ്തിരുന്നത്, ചുരുക്കം അവരുടെ ആക്ഷൻസിലൂടെയും. എന്നാൽ ഇന്നത്തെ സിനിമയിൽ അത് നേരെ തിരിച്ചാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം പണ്ടുള്ള പല പടത്തിലെയും ഐക്കണിക് കോമഡി ഡയലോഗുകൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനു മുൻപും അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് മനസ്സിലായെങ്കിലും ഞാൻ ആദ്യമായി ആക്ടർ വിനായകനെ നോട്ടീസ് ചെയ്യുന്നത് ഈ സിനിമയിലായിരുന്നു.